ഒരു ചിത്രകാരനായ രാജാവ് അദ്ദേഹം ഒരു മത്സരം പ്രഖ്യാപിച്ചു. സമാധാനത്തെ ആസ്പദമാക്കി പടം വരക്കുക. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനം. ഉയർന്ന തുകയാണ്. ഒരുപാട് എൻട്രീസ് കിട്ടി. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സെലക്ഷൻ. അങ്ങനെ അവസാന റൗണ്ടിലേക്ക് 2 ചിത്രങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു. ഒന്നാമത്തെ ചിത്രം ശാന്തമായി ഒഴുകുന്നൊരു പുഴ. അതിനരികിലിങ്ങനെ മലയുണ്ട്, മഞ്ഞുമലയുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ണാടിയിലെന്ന പോലെ പുഴയെ കാണാം. അത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. മേഘങ്ങളില്ല, നീലാകാശം. കണ്ടവരൊക്കെ പറഞ്ഞു ഇതിന് സമ്മാനം ഉറപ്പ്. കാരണം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം കൂർത്ത പാറക്കെട്ടുകൾ, ട്രബിൾഡ് ആയിട്ടുള്ള വാട്ടറാണ്. ശക്തമായി കുത്തിയൊലിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം, കറുത്ത മേഘങ്ങൾ, ആർത്തലച്ച് പെയ്യുന്ന മഴ. ആൾക്കാർ പറഞ്ഞു ഇതിനെങ്ങനെ സമ്മാനം കൊടുക്കും? ഇത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമില്ല, ട്രബിൾഡാണ്, അസ്വസ്ഥതയാണ്. പക്ഷെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും പൊങ്ങി വന്നൊരു മരം. ആ മരത്തിൻ്റെ കമ്പിൽ ഒരു കൂട്ടിനുള്ളിൽ കുഞ്ഞുങ്ങൾ, ഒരമ്മക്കിൽ അതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഒരു സമാധാനം ഈ അസ്വസ്ഥതകൾക്കിടയിലും ഈ കൂട്ടിനുള്ളിൽ രാജാവ് കണ്ടു. രാജാവ് പറഞ്ഞു സമ്മാനം ഈ ചിത്രത്തിനാണ്. കാരണം സമാധാനം എന്ന് പറയുന്നത് തിരയൊഴിഞ്ഞ സമുദ്രമല്ല, കാറൊഴിഞ്ഞ ആകാശമല്ല. ഈ കൊടുങ്കാറ്റിനിടയിലും ഭയം നങ്കൂരമിടാത്തൊരു മനസ്സാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഒരു കപ്പൽ മുക്കുന്നതേ അതിന് ചുറ്റുമുള്ള വെള്ളമല്ല, അതിനുള്ളിൽ കയറുന്ന വെള്ളമാണ്. നമ്മൾ എന്തിനാണ് ഈ ചുറ്റുമുള്ള അസ്വസ്ഥതകളെ നമ്മുടെ മനസ്സിലേക്ക് വലിച്ചു കയറ്റുന്നത്?